കരുണൻ എന്ന ചെറുകിട പടക്കക്കടക്കാരൻ്റെ ദത്ത് സഹോദരനായ ഹരികൃഷ്ണൻ എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് നേടുന്നു. എന്നാൽ ഒരു അപകടത്തിൽ വലത് കൈ നഷ്ടപ്പെട്ട് കരുണന് പകരം ഹരികൃഷ്ണൻ കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കുകയാണ്. ഷാഫി സംവിധാനം ചെയ്ത ഉദയകൃഷ്ണ CBK തോമസ് കൂട്ടുകെട്ട് തിരക്കഥയിൽ 2003 പുറത്തിറങ്ങിയ കോമഡി ചിത്രമാണ് പുലിവാൽ കല്യാണം. സിനിമയുടെ തുടക്കത്തിൽ പഠിത്തത്തിനിടയിൽ രാത്രി ടാക്സി ഓടാൻ പോയിരുന്ന ഹരികൃഷ്ണനെ സഹപ്രവർത്തകർ റാങ്ക് നേടിയ പേരിൽ അനുമോദിക്കുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ സമ്മാനവും നൽകുന്നു. ഈ മൊബൈൽ കഥയിൽ നൽകുന്ന പേ ഓഫ് ആണ് ഈ ചിത്രത്തിൻ്റെ ഗതി മാറ്റുന്നത്. സമ്പന്നനും ബിസിനസ്സുകാരനുമായ രാഘവേന്ദ്ര സേഠിൻ്റെ മകളായ ഗംഗയുടെ ഫോണുമായി ഹരിയുടെ ഫോൺ മാറിപ്പോകുന്നു. ഫോൺ കോളുകൾ മാറി വരുന്നതിൻ്റെയും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മണവാളൻ, ധർമ്മേന്ദ്ര തുടങ്ങിയ കഥാപാത്രങ്ങളും അച്ഛനാണത്രേ അച്ഛൻ എന്നീ ഡയലോഗുകളും അടങ്ങിയ എവർഗ്രീൻ ക്രിയേഷനുകൾ ഈ സിനിമയിലുണ്ട്. വഴിയിലൂടെ ഉരുണ്ടുപോയ ടയർ തൻ്റെ കാറിൻ്റെതാണെന്ന് വിശ്വസിക്കുന്ന ധർമ്മേന്ദ്രയും കുളത്തിൽ നിന്ന് ഉയർത്തിയെടുക്കുന്ന അസ്ഥികൂടത്തിൻ്റെ കക്ഷത്തിൽ മറവില്ലാത്തതിനാൽ അത് ഹരിയുടേതല്ല, വേറെ കൊണ്ടുവരാൻ പറയുന്ന കുട്ടപ്പനും അതിനു മറുപടിയായി ഉള്ളതിൽ നല്ലത് നോക്കിയെടുത്താണ് കൊണ്ടുവന്നത് എന്ന് പറയുന്ന ധർമ്മേന്ദ്രയുടെ ഡയലോഗും അടങ്ങുന്ന മണ്ടത്തരങ്ങൾ നിറഞ്ഞതും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും റിപ്പീറ്റ് വാച്ച് ചെയ്യപ്പെടുന്നതുമായ തമാശകളാണ് ചിത്രത്തിൽ. തമാശ നിറഞ്ഞ കഥാപരിസരത്തിൽ വിടരുന്ന ഗംഗയും ഹരിയും തമ്മിലുള്ള പ്രണയവും സിനിമയുടെ തുടക്കത്തിലെ ട്രബിൾ മേക്കിംഗ് ആകുന്ന ഹരിയുടെ സഹോദരി കാർത്തികയും അടുത്ത വീട്ടിലെ പരമാനന്ദന്റെ മകനും തമ്മിലുള്ള പ്രണയവുമാണ് സിനിമയിലെ ലവ് എലമെന്റ്സ്. സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു കല്യാണ പെണ്ണും 2 കല്യാണ ചെറുക്കനും എന്ന കയോസിലേക്ക് കടക്കുകയാണ്. ആരാണ് ഇവരൊക്കെ? ഇവിടെ ഒരുത്തൻ ധർമ്മേന്ദ്ര എന്നും പറഞ്ഞ് എന്നെ തൂണിച്ചാടി എടുത്ത് ഇടിച്ചു. ഇവന്റെ അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ അടിച്ചു. ഇവന്റെ അമ്മയെ ഞാൻ ചതിച്ചു അത്രേ. എന്റെ അമ്മയെ ചിരിച്ച് മരിക്കുക എന്നൊക്കെ ആലങ്കാരികമായി പറയുന്നതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഒരു സിനിമ. ഈ കാലത്തും ഞായറാഴ്ചകളിലെ ഒഴിവ് സമയത്ത് സുഹൃത്തുക്കൾക്കൊപ്പം ചില്ല് ചെയ്തിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ് പുലിവാൽ കല്യാണം. ിൽ